കത്തീഫ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനകളുടെ കൂട്ടായ്മയാണ് കഴിഞ്ഞ 4 വർഷമായി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചുവരുന്നത്. പെരുന്നാൾ കഴിഞ്ഞുള്ള ആദ്യ ആഴ്ചയിലെ 7 ദിവസമാണ് ഫെസ്റ്റിവൽ അരങ്ങേറുക. ഇത്തവണ സൗദി അറേബ്യയുടെ പഴയകാല സാംസ്കാരിക ചരിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളാണ് ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയും സൗദിയും തമ്മിൽ നിലനിന്നിരുന്ന അഭേദ്യ ബന്ധങ്ങളെ വെളിവാക്കുന്നതാണ് പല കാഴ്ചകളും. മണൽക്കാടുകളിൽ ആധുനികത കുടിയേറിയതറിയാതെ ഇന്നും പഴയകാലത്തിലെ പാരമ്പര്യ തൊഴിലുമായി ജീവിക്കുന്ന തലമുറകളുടെ കരവിരുത് മേളയുടെ ആദ്യ ആകർഷണങ്ങളിൽ ഒന്നാണ്. ഈന്തപ്പനപ്പട്ടകൾ വിടർത്തി നാരെടുത്ത് പിരിച്ചുണ്ടാക്കുന്ന കയറുകൾ ചേർത്ത് തറയിൽ മെനഞ്ഞെടുക്കുന്ന തകിടികൾ കണ്ടാൽ കേരളത്തിലെ കയറുകളാണെന്ന് പറഞ്ഞു പോകും. ഹുസൈൻ ഹാഷിം എന്ന സൗദി 30 വർഷമായി ഈ കുലത്തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളാണ്. കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ നിർമ്മിക്കുന്ന സക്കീബ് അൽ റാഷിദിന്റെ വേഗവും കരവിരുതും കൗതുകകരമാണ്. റിസാൽ അൽ സഫാനി എന്ന വിദ്യാർത്ഥിനി 100 വർഷത്തിനു മുമ്പ് അറബ് സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ആഭരണങ്ങളുടെ ഫോട്ടോകളുമായാണ് എത്തിയിട്ടുള്ളത്. പുതിയ തലമുറയ്ക്കന്യമായ ആഭരണങ്ങളുടെ ഫോട്ടോകൾ വിൽപ്പനയ്ക്കും ലഭ്യമാണ്. പണ്ടുകാലങ്ങളിൽ കളിമണ്ണും കുമ്മായവും ചേർത്തൊരുക്കിയ വീടുകളിലെ സ്ത്രീകളുടെ സ്വീകരണമുറിയും അറബികളുടെ മണിയറയുമൊക്കെ മനോഹരമായി ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകൾ തന്നെയെന്നത് ഏറെ വിസ്മയകരമാണ്. എണ്ണ കണ്ടെത്തിയതോടെയാണ് തങ്ങൾ ആധുനികതയുടെ ഉയരങ്ങൾ കീഴടക്കിയതെന്നും അതോടെ പച്ചപ്പിന്റെയും ഉർവരതയുടെയും നന്മകൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടതായും സൗദിയുടെ അപൂർവ ഫോട്ടോകളുമായെത്തിയ മറാജ് അൽ ജിഷി വിവരിച്ചു. പഴമയുടെ നന്മകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനാണ് തങ്ങൾ വർഷം തോറും ഇത്തരം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്ന് മീഡിയ വിഭാഗം കൺവീനർ മുസ്തഫ അബ്ദുൽ ജബ്ബാർ പറഞ്ഞു. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് തങ്ങൾ ഉപയോഗിക്കുക. സൗദിയുടെ ആധുനിക തലമുറയ്ക്ക് തങ്ങളുടെ പൂർവ്വകാലത്തിന്റെ അടരുകൾ കണ്ടെത്താൻ ഈ കാഴ്ചകൾ ഉപകരിക്കുമെന്നതിൽ സംശയമില്ല. സാജിദ റാട്ടപ്പുഴ, മീഡിയ 1, ദമാം.